കേരള രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ മാറുന്നതെല്ലാം ഈ ശ്രീയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഒപ്പിട്ടതിൽ ജനാധിപത്യ മുന്നണിയിൽ, അതായത് LDFിൽ ഉടലെടുക്കുന്ന അതിരൂക്ഷമായ പ്രശ്നങ്ങളാണ്. ഇതൊരു പക്ഷേ ജനാധിപത്യ മുന്നണിയിൽ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടാകുന്ന ഈ ഭിന്നിപ്പ്, ഈ വലിയ ഭീഷണി, ഒരുപക്ഷെ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നും സമവായം എങ്ങനെ ഉണ്ടാകുമെന്നും സമവാദം എങ്ങനെ തേടാനാകുമെന്നുള്ള അന്തിമ ചർച്ച വൈകിട്ട് നടക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ നേതാവായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിൽ ആലപ്പുഴയിൽ വെച്ച് നിർണായകമായ കൂടിക്കാഴ്ച തന്നെ നടക്കുകയുമാണ്. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ CPIയുടെ ശക്തമായ എതിർപ്പുകൾക്ക് ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഏകപക്ഷീയമായി കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പിട്ടതാണ് നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പ്രധാനമായ കാരണം. കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് ധാരണാപത്രം ഒപ്പിട്ടത് എന്നാണ് CPM നേതൃത്വത്തിൻ്റെയും അതുപോലെ സർക്കാരിൻ്റെയും വിശദീകരണം. സമഗ്ര ശിക്ഷ കേരളം, അതായത് SSK പദ്ധതി പ്രകാരമുള്ള 1400 കോടിയോളം രൂപയുടെ കേന്ദ്രം തടഞ്ഞു വെച്ച സാഹചര്യത്തിൽ ശ്രീയിൽ ഒപ്പിടുകൾ മാത്രമേ നിവൃത്തിയുള്ളൂവെന്നും അതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല എന്നും ഇത് ഒപ്പിട്ടാൽ മാത്രമേ ഈ ഫണ്ട് ലഭിക്കുകയുള്ളൂ എന്ന സാമ്പത്തിക സമ്മർദ്ദമാണ് തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം. ധാരണാപത്രം ഒപ്പിട്ടതുകൊണ്ട് കേരളത്തിലെ ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കില്ലെന്നും, അതായത് ദേശീയ വിദ്യാഭ്യാസ നയങ്ങളൊന്നും തന്നെ നടപ്പിലാക്കില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തത്. എന്നാൽ സംസ്ഥാനത്ത് ലഭിക്കേണ്ട പണം നഷ്ടപ്പെടാതിരിക്കാൻ ഇടതുപക്ഷ നയം മുഴുവനായും നടപ്പാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നുമാണ് ഈ പറഞ്ഞ ഗോവിന്ദൻ തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം ഉന്നയിക്കുകയും ചെയ്ത, എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കുറുക്ക് വഴിയാണ് ശ്രീ പദ്ധതിയെന്നും ഇത് RSS അതിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നതാണെന്നും CPI ശക്തമായി വാദിക്കുന്നുണ്ട്. മുന്നണികളുമായി കൂടിയാലോചിക്കാതെയും അതുപോലെ തന്നെ മന്ത്രിസഭയിൽ പോലും കൃത്യമായി ചർച്ചകൾ കൂടാതെയും ഏകപക്ഷീയമായി ധാരണാപത്രം ഒപ്പിട്ടത് മുന്നണി മര്യാദയുടെ ഗുരുതരമായ ലംഘനമാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരസ്യമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. എന്ത് തരം ഭരണമാണിത് എന്ന് ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ധാരണാപത്രം പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന ഉറച്ച നിലപാടാണ് CPI ഇതുവരെയും സ്വീകരിച്ചിട്ടുള്ളത്. CPI മന്ത്രിമാരായ J ചിഞ്ചുറാണി അതുപോലെ K രാജൻ എന്നിവർ മന്ത്രിസഭാ യോഗങ്ങളിൽ പദ്ധതിയെ ശക്തമായി എതിർക്കുകയും ധാരണാപത്രം ഒപ്പിട്ട വിവരം മാധ്യമങ്ങളിലൂടെയാണ് തങ്ങൾ അറിഞ്ഞതെന്നും തുറന്നടിക്കുകയും ചെയ്തു. ഈ വിഷയങ്ങളെല്ലാം ശ്രീ വിഭാഗത്തിൽ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് CPIയുടെ നിലപാട്. K രാജൻ്റെ പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ്. വിഷയത്തിൽ തീരുമാനം തിരുത്തുന്നതുവരെ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ പോലും CPI ആലോചിച്ചിരുന്നു. വിഷയം മുന്നണിയിൽ കൂടുതൽ ഭിന്നതയിലേക്ക് നയിച്ചതോടെ CPI നേതൃത്വം അനുരഞ്ജന ശ്രമങ്ങൾ സജീവമാക്കി തന്നെ CPIയെ ഒരു കാരണവശാലും അവഗണിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ ഇവരുടെ എല്ലാ അഭിപ്രായത്തിന് പ്രാധാന്യം നൽകുമെന്നും ആവശ്യങ്ങൾ പറയുന്നുണ്ട്. അതായത് MA ബേബി അടക്കം പറയുന്നത് CPIയുടെ ഏത് അഭിപ്രായത്തിനും ഞങ്ങൾ പ്രാധാന്യം നൽകും, അവരുടെ അഭിപ്രായം കേൾക്കാതെ മുന്നണി ഒരു കാര്യവും ചെയ്യില്ല എന്ന് തന്നെയാണ് MA ബേബി അടക്കമുള്ളവർ പറയുന്നതെങ്കിൽ പോലും CPIയുമായി നടത്താത്ത, അല്ലെങ്കിൽ CPIയുമായി യാതൊരു ചർച്ചയും നടത്താത്ത, മുന്നണിയുമായി യാതൊരു ചർച്ചയും നടത്താതെ നടത്തിയ ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് LDFിൽ തന്നെ വലിയ തരത്തിലുള്ള ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ CPIയുടെ അഭിപ്രായത്തിന് എല്ലാവിധ പ്രാധാന്യവും MA ബേബി നൽകുമെന്ന് പറയുമ്പോഴും ആവശ്യമെങ്കിൽ കരാറുകളിൽ തിരുത്തലുകൾ ഉണ്ടാകാനും അല്ലെങ്കിൽ ഇതുപോലുള്ള തിരുത്തലെല്ലാം വരുത്തുമെന്നും LDF ചർച്ചകളുടെ സമവായം ഉണ്ടാക്കുമെന്നുമാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി CPI ആസ്ഥാനത്തെത്തി ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തുകയും അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയും തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ LDFിലെ ഭിന്നത പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഒത്തുതീർപ്പ് നയം അല്ലെങ്കിൽ ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ CPM കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കുമെന്നാണ് വരുന്ന സൂചനകളെല്ലാം. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മന്ത്രിയുമായും ഈ പറഞ്ഞ ചർച്ചകളെല്ലാം നടക്കുമെന്നും സമവായത്തിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പറയപ്പെടുന്നത്. ഭരണകക്ഷിയിലെ ഭിന്നതയുടെ പശ്ചാത്തലത്തിൽ CPI സംഘടനകളായ AISF അതുപോലെ AYF എന്നിവർ സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ തെരുവിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. പ്രതിപക്ഷമായ കോൺഗ്രസ് ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയതുമെല്ലാം വലിയ തരത്തിൽ വാർത്തയിൽ പ്രാധാന്യം നൽകിയതാണ്. അതുപോലെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ നടത്തിയ പ്രതിഷേധങ്ങളും വലിയ തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതുമാണ്. അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം വിഷയങ്ങളായി നിൽക്കുമ്പോൾ തന്നെ ധാരണാപത്രം ഒപ്പിട്ടത് ഗൂഢാലോചനയാണെന്നും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നണി കക്ഷികളെയും സംസ്ഥാനത്തെയും
ഇരുട്ടിൽ നിർത്തി കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ആരോപിച്ചത്. CPIയുടെ ആദർശപരമായ നിലപാട് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസും സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ പ്രതിഷേധ ദിനം തന്നെ ആചരിച്ചിരുന്നു. സംസ്ഥാനത്തെ സ്കൂളുകളെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര നീക്കത്തിന് CPM സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും അതുപോലെ ഫ്രട്ടേണിറ്റി പോലുള്ള മുസ്ലിം യുവജന സംഘടനകളും ആരോപിച്ചത്. കൂടാതെ 1500 കോടിക്ക് വേണ്ടി കേരള ജനതയെ ഒറ്റിക്കൊടുത്തുവെന്നും അതുപോലെ കാവ്യവൽക്കരണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ബോധപൂർവം പരവതാനി വിരിച്ചു കൊടുത്തുവെന്നും സംസ്ഥയുടെ നേതാവ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി വിമർശനം തന്നെ ഉന്നയിച്ചിരുന്നു. തീവ്ര നിലപാടുള്ള സംഘടനകൾ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനുള്ള ഒളിച്ചുകടത്തലാണ് നടക്കുന്നതെന്നും ഈ നടത്തുന്നതെല്ലാം ഇതിനെ ചെറുക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള സമരങ്ങളാണ് ഇന്ന് കേരളത്തിൽ പലയിടങ്ങളിലായി നടന്നു വരുന്നത്. അതേസമയം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയെ അനുകൂലിച്ച സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിന് ABVP അടക്കമുള്ള സംഘപരിവാർ അനുകൂല സംഘടനകൾ പ്രതിഷേധത്തിന് ശേഷം അഭിനന്ദനം അറിയിച്ചതും വലിയ തരത്തിൽ ശ്രദ്ധേയമായ കാര്യമാണ്. ശിവൻകുട്ടിയെ ഓഫീസിൽ ചെന്ന് കണ്ട് അഭിനന്ദനം നടത്തിയതും പിന്നീട് ശിവൻകുട്ടി നടത്തിയ പരാമർശം, അതായത് ABVPക്കാർക്കെന്തേ എന്നെ കാണാൻ വന്നുകൂടെ എന്നുള്ള പരാമർശം അടക്കമുള്ളവ വലിയ തരത്തിൽ ചർച്ചയായതുമാണ്. സാമ്പത്തിക ലാഭം മാത്രം മറന്ന് അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം മറന്ന് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ വികസനത്തിന് പ്രാധാന്യം നൽകിയത് സ്വാഗതാർഹമാണെന്നും PM-ശ്രീ പദ്ധതിയെ എതിർക്കുന്ന CPIയുടെ നിലപാട് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അവർ പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. മുന്നണിയിലെ ഈ രൂക്ഷ തർക്കം പരിഹരിക്കാനുള്ള എല്ലാ കൂടിക്കാഴ്ചകളുമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ ഫലത്തെ ആശ്രയിച്ച് മാത്രമായിരിക്കും PM-ശ്രീ പദ്ധതിയുമായി കേരളം മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതും അതോ ധാരണാപത്രം പിൻവലിക്കുമോ എന്നുള്ളതായ നിർണായകമായ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. ഒരുപക്ഷേ ഈ പറയുന്ന ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ധാരണയൊന്നും ആയില്ലെങ്കിൽ CPI പരസ്യമായൊരു പ്രതിഷേധത്തിലേക്ക് പോവുകയും പരസ്യമായി നിലപാടെടുക്കുകയും ഒരുപക്ഷെ മന്ത്രിസഭയിൽ നിന്ന് തന്നെ CPIയുടെ മന്ത്രിമാരെല്ലാം വിട്ടുനിൽക്കുകയും പുറമേ നിന്ന് CPM-നെ പിന്തുണയ്ക്കാമെന്ന നിലപാടെടുക്കുകയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യം CPM-ന് കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ പ്രതിസന്ധി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത്തരമൊരു പ്രതിസന്ധി ഉണ്ടായാൽ LDF-ൽ മാത്രമല്ല CPI-യിലും വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാവുകയും ആ പൊട്ടിത്തെറിക്ക് കാരണമാകുന്നത് ശിവൻകുട്ടിയും അതുപോലെ പിണറായി വിജയനും അടക്കമുള്ള നേതാക്കന്മാരാണ് ഇത് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരിക. ഒപ്പം തന്നെ MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഇതിൻ്റെ ഉത്തരവാദിത്തം തലയിൽ ചുമന്നേ മതിയാകൂ. അങ്ങനെ വരുമ്പോൾ അത് LDF-ൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുകയും CPI ഒരുപക്ഷെ മുന്നണിയിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ഒരുപക്ഷെ മുന്നണി തന്നെ പിളർന്നു പോകേണ്ട അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്.